അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാ പുറത്ത് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആ ഗോപുരം എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചറും ആ ഒരു ഇവിടെയൊക്കെ പെയിൻറ്റിങ്സൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ ഒരു ആർട്ട് വർക്കും പെയിൻറ്റിങ്സും അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഞാനിവിടെ വന്ന് കണ്ടതിൽ. ആ ഒരു കളർ കോമ്പിനേഷൻസ് അത്രയും കളർഫുള്ളായിട്ട് 1684 AD റിനോവേറ്റ് ചെയ്താണ്. അപ്പം അത്രയും പഴക്കമുണ്ട് നോക്കിയാൽ. വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞങ്ങളിപ്പോൾ തഞ്ചാവൂരാണ്. അപ്പോൾ തഞ്ചാവൂർ ആദ്യം ഞങ്ങൾ കാണാൻ വന്നത് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ് ആണ്. അപ്പോൾ എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്, മോനില്ല. പിന്നെ ക്യാമറയ്ക്കും വീഡിയോ ക്യാമറയ്ക്കും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്, അതെല്ലാം എടുത്ത് നമ്മൾ അകത്തേറി. അപ്പോൾ ഇവിടെ ഉള്ളത് ആർട്ട് ഗാലറി ഉണ്ട്, ബെൽ ടവർ ഉണ്ട്, സംഗീത് മഹൽ ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് സെയിൽസ് സെൻ്റർ ഉണ്ട്, പിന്നെ ഒരു സരസ്വതി മഹൽ ലൈബ്രറി ഉണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപ, ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു, അതേപോലെ വീഡിയോയ്ക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു. വീഡിയോ ആണെങ്കിൽ 150 രൂപ, ക്യാമറ ആണെങ്കിൽ 50 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മളിത് ആർട്ട് ഗാലറി തഞ്ചാവൂരിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആർട്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സ്കൾപ്ചേഴ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കല്ലിലൊക്കെ ഉണ്ടാക്കിയതുണ്ട്. അഗ്നിദേവ, ഗോഡ് ഓഫ് ഫയർ, ഇങ്ങനെ സ്റ്റോണിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ബിംബങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈ തഞ്ചാവൂർ കാണാനായിട്ട്. ഇതൊരു ആർക്കിടെക്ചർ പോക്ക് എന്ത് രസമാണ്. അപ്പോൾ നമുക്കിനി പാലസൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. പോലെ ഇത് കണ്ടോ, ഡാൻസിങ് വിനായക, പണ്ടത്തെ കല്ലിലുണ്ടാക്കിയതാണ്. ഇത് കണ്ടോ. അതേപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മഹാവിഷ്ണു ഉണ്ട്, ദ്വാരകപാലകരുണ്ട്, അതുപോലെ പാർവതിയുണ്ട്. ഇതാ കണ്ടോ. ഇതൊക്കെ ഈ മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ആർക്കിടെക്ചർ ഒക്കെ എന്ത് രസമല്ലേ. ഇതിന് പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താ, നമ്മുടെ ജയ്പൂരിലെ സിറ്റി മാൾ. അപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അതും ആദ്യം കണ്ടെത്തിയത് ഇവിടുത്തെ ഒരു പട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ എല്ലാം ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കാണ് കണ്ടോ. ഇവിടെ എല്ലാം പെരുമാൾ, വിഷ്ണു, അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കൾപ്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ടു ടവറിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, കല്ലിലാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ മാടിയിൽ, അതായത് മുകളിൽ പോകണമെന്ന് പറഞ്ഞ് എനിക്കോട് അവിടെ ആയിരിക്കും ആ പാലസിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം. നമുക്ക് എന്തായാലും പോയി നോക്കാം ടവറിൽ. അപ്പോൾ നമ്മളങ്ങനെ മേളിൽ എത്തിയിരിക്കുകയാണ്. നോക്കി കണ്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ മറ്റേ അക്ബറിൻ്റെയൊക്കെ ഒരു പാലസിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ. ഹലോ, ഇതൊക്കെ വലിയൊരു സ്കെൽട്ടാണ്. ഇവിടെ എന്തൊരു വലിയ സ്കെൽട്ടൻ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചേക്കാണെന്ന് തോന്നുന്നുണ്ട്. വലിയ സ്കെൽട്ടനാണ്. എൻ്റെ അമ്മേ, ഇത് ബോൺസ് ഓഫ് വെയിലിൻ്റെ ഒരു സ്കെൽട്ടനാണ് കേട്ടോ. അയ്യോ, വെയിലാണ് കേട്ടോ, വെയിലിൻ്റെ ഒരു സ്കെൽട്ടറാണ്. ഓക്കെ, ഒമ്പോ ഭയങ്കര വലിപ്പമാട്ടോ. അങ്ങോട്ടുണ്ട്. നല്ല രസമുള്ളൊരു ആർക്കിടെക്ചർ അല്ലേ. അപ്പോൾ ഇതൊക്കെ ആ പാലസിൻ്റെ ഒരു ഉൾഭാഗമാണ്. നമുക്ക് എന്ത് രസം നോക്കിയാൽ ഒരു ലോട്ടസ്, ആ ലോട്ടസ് ഒക്കെ ചെയ്ത് വെച്ചാൽ എന്ത് രസം നോക്കിയാൽ ആ ഒരു ടോപ്പിൽ കുറച്ച് വുഡൻ വർക്ക്സും ഉണ്ട്. എനിക്കിവിടെ എന്തൊക്കെയോ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പാലസ് അല്ലേ, അപ്പോൾ പാലസിൻ്റെ ഭാഗമായിരിക്കും. ആംസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടൊക്കെ അതുകൊണ്ട് വാ. ഇവിടെ ഒരു കുഞ്ഞു വാതിലുണ്ട്. പക്ഷെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് തമിഴിലായതുകൊണ്ട് എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. ഇതൊരു കിളിവാതിൽ. ഇവിടേക്ക് ഇങ്ങനെ സ്റ്റെപ്സ് കയറി മേലോട്ട് പോകും, പക്ഷെ അതെല്ലാം ക്ലോസ് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാ പുറത്ത് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആ ഗോപുരം എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചറും ആ ഒരു വർക്കും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുതിരപ്പുറത്ത് രാജാവെന്തോ ഇരിക്കുന്നതും ആനയുടെ പുറത്തിരിക്കുന്നതും പിന്നെ അങ്ങനെയുള്ള കുറേ സ്കൾപ്ചേഴ്സാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കുത്തുപണികളെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ വിൻഡോസ് ഉണ്ട്, അവിടെ എല്ലാം വിൻഡോസ് ഇരിക്കണം. അതൊക്കെ അതുവഴി നടന്ന് മേലോട്ട് പോകാതിരിക്കണം. പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടവറിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്.
അപ്പോൾ നമ്മൾ കണ്ട ഗോപുരത്തിൻ്റെ ഇപ്പുറത്തൊരു സൈഡാണ്. ഇവിടെ ഫുൾ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇത് ഇപ്പുറത്തൊരു സൈഡാണ്. ഇവിടെ ഒരു എംബ്ലോക്ക് ഉണ്ട്, രാജകീയ എംബ്ലം എന്ന് തോന്നുന്നു. 2 സിംഹം നിന്നിട്ട് നടുക്കിങ്ങനെ എംബ്ലം വയ്ക്കുന്നത് രാജകീയ എംബ്ലം ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടുത്തെ വാളിലുള്ളൊരു വർക്കാണത് കേട്ടോ. ഒന്നോ എല്ലാ വാളിലും ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നല്ലൊരു ആർക്കിടെക്ചറും നല്ലൊരു സ്റ്റൈലും ഒക്കെയാണ്. ഫുൾ വൈറ്റ് കളറും. ഇതിനകത്ത് ഭയങ്കര തണുപ്പാട്ടോ. എനിക്ക് മനസ്സിലായത് പുറത്ത് നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നല്ലൊരു തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പുണ്ട് അല്ലേ ഇതിനകത്ത്? അതും എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ഈ ഒരു പാലസ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെറുന്ന പാലസ്. അപ്പോൾ നമ്മൾ ഈ ടൂറിസ്റ്റ് വരുന്നവരും വളരെ കാര്യമായി സൂക്ഷിച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഈ മതിലൊക്കെ കംപ്ലീറ്റ് പേരും കാര്യങ്ങളൊക്കെ എഴുതി. എനിക്ക് അതിനേക്കാൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയുടെ ഡയപ്പർ ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഇത് ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ മതിലിന് മൊത്തം പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ പിന്നെ ഓക്കെ. ഒരു കുട്ടിയുടെ ഡയപ്പർ മാറ്റിയിട്ട് അതിവിടെ വെച്ചിട്ട് പോയത് ഭയങ്കര മോശമായൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പാലസ് അവർ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ഈ ഒരു സംഭവം ചെയ്ത് വളരെ മോശമായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ടവർ കണ്ടിട്ടാണ് ഇതാ ഇപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നായക് ദർബാർ ബ്രോൺസ് ഇമേജസ് കാണാനാണ്. ഇവിടെ എല്ലാം ഉള്ളത് ബ്രോൺസ് ഇമേജസ് ആണ്. ഇന്റീരിയർ അടിപൊളിയാട്ടോ, രക്ഷയില്ല, കാണാൻ അടിപൊളി. എന്ത് വർക്കം നോക്കിയാൽ മേളൊക്കെ സൂപ്പർ. ഇവിടെ എല്ലാം ബ്രോൺസിൻ്റെ ഇമേജസ് വെച്ചേക്കാണ് കേട്ടോ, ഓരോരോ സ്ട്രക്ചേഴ്സ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിനകത്തുള്ള ഇന്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ നേരെ കാണുന്നത് രാജ സർഫോജിയാണ്. ഓക്കെ, ഈ മേലത്തെ ആ ഒരു പെയിന്റ് വർക്കൊക്കെ നോക്കി എന്ത് രസമാണ്, അമ്പോ അടിപൊളി, കിടുക്ക കേട്ടോ, ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ. ഇതൊക്കെ ആ പണ്ടത്തെ കാലത്തെ ആ ഒരു പെയിന്റിങ് വർക്കൊക്കെ ആയിരിക്കും കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് നോക്കിയാൽ. ഇതൊരു രാജാവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു AD 1787, അതായത് 1832 തഞ്ചാവൂർ റൂൾ ചെയ്ത രാജ സർഫോജി എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഒരു ശില്പമാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് ബ്രോൺസ് ഇമേജസ് ആണ് കണ്ടോ. ഇങ്ങനത്തെ ബ്രോൺസ് ഇമേജസ് ആണ്. എല്ലാം ഫുൾ ഇവിടെ വെച്ചേക്കാണ് ബ്രോൺസ് ഇമേജസ്. അതായത് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നെണ്ണം കാണിച്ചാൽ സോമസ്കന്ദർ, സുക്സനമൂർത്തി, പാർവതി, അപ്പം അങ്ങനെയുള്ള ബ്രോൺസ് ഇമേജസ് ആണ് ഇവിടെ എല്ലാം അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഈ കാണുന്നതും ഇതൊരു ആർട്ട് ഗാലറിയാണ്. ഇവിടെ നടരാജ വിഗ്രഹങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. നടരാജ ഡാൻസിങ് പോസ് ഓഫ് നടരാജയുടെ പല പല വിഗ്രഹങ്ങളുണ്ട്. 12th സെഞ്ച്വറി, 10th to 11th സെഞ്ച്വറി, പിന്നെ 11th to 12th സെഞ്ച്വറി, കീരവള്ളൂർ, മേലയൂർ, അങ്ങനെ ഓരോ പേരുകളിലാണ് ഇതിവിടെ വെച്ചേക്കുന്നത്. നല്ല വലിപ്പമുള്ള നടരാജ വിഗ്രഹങ്ങൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ആർട്ട് ഗാലറിയിൽ വരുന്നത്. അപ്പോൾ ഈ ആർട്ട് ഗാലറിയിൽ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്ത് ഒരു ഇൻഡോ ഡച്ച് ഹോൾ ആൻഡ് ചാലി 1752 കോയിൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഇയറിലെയും കോയിൻസ് ഒക്കെ. ഓക്കെ, ഇതൊക്കെ അവരുടെ ഒരു കോയിൻ, പണ്ടത്തെ കാലത്ത് ഒരു കോയിൻ കളക്ഷനാണ്. ഇവിടെ എല്ലാം കോയിൻസാണ് വെച്ചേക്കുന്നത്. സൈഡ് വാളിലെല്ലാം നടരാജ വിഗ്രഹം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നടുക്ക് ഇതേപോലെ ഒരു കോയിൻസ് ഡിസ്പ്ലേ ചെയ്തേക്കാണ് കേട്ടോ. പണ്ടത്തെ കാലത്തെ കോയിൻസാണ്, അത്രയും പഴക്കമുള്ള കോയിൻസാണ്. അപ്പോൾ അതാണ് കോയിൻസും ഈ ഒരു നടരാജ വിഗ്രഹവും ഒക്കെയാണ് ഈ ഒരു ആർട്ട് ഗാലറിയിൽ വരുന്നത്. തഞ്ചാവൂർ മ്യൂസിയത്തിനകത്തുള്ള ആർട്ട് ഗാലറിയാണിത്. അപ്പോൾ ഈ തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിനകത്തുള്ള ബെൽ ടവറും ഈ ഒരു ആർട്ട് ഗാലറി മ്യൂസിയം ഒക്കെ കണ്ടുവന്നു. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സരസ്വതി മഹാൾ ലൈബ്രറിയാണ്. ഇതാണ് സരസ്വതി മഹാൾ ലൈബ്രറി കേട്ടോ. ആ ഒരു വാളിലൊക്കെ ആ ഒരു പെയിൻറ്റിങ് വർക്കും ആർട്ട് വർക്കൊക്കെ കണ്ടോ, എന്ത് രസം നോക്കിയാൽ, അടിപൊളിയാണ്. ഇതൊരു ഓഡിയോ വിഷ്വൽ ലൈബ്രറിയാണ് കേട്ടോ. ഓഡിയോ വിഷ്വൽ ലൈബ്രറിക്ക് ഒരു ഷോർട്ട് ടൈം ഉണ്ട്. രാവിലെ ആണെങ്കിൽ 10:30, പിന്നെ 11:30, 12:00, 1:30, 2:30, 3:30, 4:30 അങ്ങനെ ഷോർട്ട് ടൈം ഉണ്ട്. ആ ഷോർട്ട് ടൈം
കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓഡിയോ ലൈബ്രറിയാണ് കേട്ടോ, ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറിയാണ്. അതല്ലാതെ ഇവിടെ ബുക്സും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാണാൻ തന്നെ എന്ത് രസമാണ് നോക്കി, ഈ ഒരു പെയിൻറ്റിങ്ങും ആ ഒരു ആർട്ട് വർക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഓഡിയോ വിഷ്വൽ ലൈബ്രറി. ഇവിടെ ഇപ്പോൾ ഒരു ഷോ ഉണ്ട്, സമയം ഇപ്പോൾ 2:15 അടുത്ത ഷോ വരുന്നത്. പിന്നെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, അപ്പോൾ നമുക്കിനി ആ മ്യൂസിയം കൂടെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഈ സരസ്വതി മഹാൽ ലൈബ്രറി ആൻഡ് മ്യൂസിയത്തിനകത്ത് ഈ നമ്മളെ മ്യൂസിയത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. കാര്യം പഴയ മാൻസ്ക്രിപ്റ്റ്, പല്ലക്ക്, 1-2 കുറച്ച് ആയുധങ്ങൾ, അവരുടെ പഴയ പെയിൻറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പഴയ ഒരുപാട് കാര്യങ്ങൾ, ഷറഫോജി വരച്ചിരുന്ന ചിത്രങ്ങൾ ഒക്കെ അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും പുരാതനമായ സാധനങ്ങൾ, അത്രയും പഴയ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ ഇവിടെ അലൗഡ് അല്ല. പക്ഷെ അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത്രയും പഴക്കം ചെല്ലുന്ന സാധനങ്ങൾ അവർ വളരെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത് ദർബാർ ഹാളാണ്. അതും ഈ ഒരു കോംപ്ലക്സിനകത്താണ് ഈ ദർബാർ ഹാൾ ഇരിക്കുന്നത്. അപ്പോൾ ദർബാർ ഹാൾ എന്താണെന്ന് കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ദർബാർ ഹാളിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ, വെയിറ്റ് ടു ദർബാർ ഹാൾ ഉണ്ടോ. ഇതെല്ലാം നമ്മുടെ ആ ഒരു തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിനകത്ത് തന്നെയാണ്. ആ ഒരു ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും ഒക്കെ കണ്ടല്ലോ, എന്ത് രസമല്ലേ. ഇതൊരു പാലസാണ്. അപ്പോൾ നമ്മൾ ദർബാർ ഹാളിൽ കാണാൻ പോകാം. ദർബാർ ഹാൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മീറ്റിംഗ് കൂടുന്ന ഹാളാണ് ദർബാർ ഹാൾ. എന്താ ഈ വാളിലൊക്കെ പെയിൻറ്റിങ് ഉണ്ട്, എന്ത് രസമല്ലേ. എവിടെയാണ് ദർബാർ ഹാൾ? യെസ്, എവിടെയാണ് ദർബാർ ഹാള്. ഇവിടേക്ക് എന്തോ പണി നടക്കുന്നുണ്ട്. മഹാരാജ ഷറഫോസ് മെമ്മോറിയൽ ഹാള്, ഇതൊരു മെമ്മോറിയൽ ഹാളാണ്. പിന്നെ ഇവിടെയാണ് ദർബാർ ഹാള്. ഇവിടേക്ക് എന്തോ പണി നടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ദർബാർ ഹാള്. പക്ഷെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ്, ആർക്കിയോളജി സ്റ്റഡീസ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറായിട്ട്. എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട്, ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ദർബാർ ഹാള്. ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ മെയിൻ്റനൻസ് പണിയൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദർബാർ ഹാളെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഷറഫോജിയുടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ദർബാർ ഹാൾ. എന്ത് രസം നോക്കിയാൽ, ഫുൾ തടികളും. ദർബാർ ഹാൾ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഹാളാണ്. ഫുൾ കണ്ടോ, കംപ്ലീറ്റ് വലിയ തടികളുണ്ടാണ്. ആ മേളത്തെ റൂഫും അതിൻ്റെ ഇതൊക്കെ ചെയ്തേക്കുന്നുണ്ടോ, നല്ല ഭീമാകരം തടികളാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ദർബാർ ഹാൾ. ഇവിടേക്ക് ഇരുന്നാണ് പണ്ട് രാജാക്കന്മാർ ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിരുന്ന കേട്ടോ. ആ ഒരു വാളും ഇവിടെയൊക്കെ പെയിൻറ്റിങ്സൊക്കെ എന്ത് രസമാണ് നോക്കി. ആ ഒരു ആർട്ട് വർക്കും പെയിൻറ്റിങ്സും അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഞാനിവിടെ വന്ന് കണ്ടതിൽ. ആ ഒരു കളർ കോമ്പിനേഷൻസ് അത്രയും കളർഫുള്ളായിട്ട്, അത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു പെയിൻറ്റിങ് വർക്കും ആ ഒരു ആർട്ട് വർക്കൊക്കെ ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത്ര രസം നമുക്ക്. ഇങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ഇനി ഇപ്പോഴൊന്നും നമുക്ക് കിട്ടൂല അല്ലേ. ആ ഒരു പഴയ ആ ഒരു വർക്ക് മീൻസ് പെയിൻറ്റിങ് ആയാലും ആ ഒരു കളേഴ്സ് ആയാലും ആ ഒരു ആർട്ട് വർക്ക് ആയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. ദർബാർ ഹാളാണ് ഈ മീറ്റിംഗ് കൂടുന്നത്. രാജാവായിട്ടിരിക്കുന്നു. മറാത്ത കിങ് ആണ് കേട്ടോ. മറാത്ത കിങ് ഡൈനാസ്റ്റിയിലുള്ള ആ ഒരു ആൾക്കാരാണ് ഈ ഒരു ഷറഫോജിയൊക്കെ. നമ്മുടെ മ്യൂസിയത്തിലൊക്കെ ആ ഒരു മറാത്ത കിങ്ങിൻ്റെ ആ ഒരു ഓർഡറും ആ ഒരു ഡീറ്റെയിൽസും എല്ലാം അവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോംപ്ലക്സിനകത്തുള്ള ദർബാർ ഹാൾ. ഇവിടെ നിന്നാണ് അവർ മീറ്റിംഗ് ഒക്കെ കൂടുന്നതും എല്ലാം. അപ്പോൾ ഈ ദർബാർ ഹാള് മറാത്താസ് കിങ്ങിൻ്റെ ആണ് ദർബാർ ഹാള്. ദർബാർ ഹാൾ, അതായത് റോയൽ കോർട്ട് ഓഫ് ദ പാലസ് കോംപ്ലക്സ് വാസ് റിനോവേറ്റഡ് ബൈ മഹാരാഷ്ട്ര കിങ് ഷാജി ഇൻ ദ ഇയർ 1684. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 large pavilions with an open courtyard. 1684 AD റിനോവേറ്റ് ചെയ്താണ്. അപ്പോൾ അത്രയും പഴക്കമുണ്ട് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിലുള്ള ആ ബെൽ ടവർ, ആ ഒരു മ്യൂസിയം, ലൈബ്രറി അല്ലേ, എല്ലാം ദർബാർ ഹാൾ, സംഗീത് മാൾ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ തഞ്ചാവൂർ വന്നാൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫൈ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. This is Strap Cup from Thanjavur. Stay tuned for more videos. Bye bye.